Hey guys, this is me Sarah. This is me Michelle. Welcome back to Sarah and Michelle. Guys, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും, അതിനുള്ളിൽ നമ്മൾ അങ്ങോട്ടും സംഭവം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മള് ഫോറം മോളിലാണ് പോണത്. നമുക്ക് രണ്ടുപേർക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ട്, ഒരു 3000 ആണ് ബഡ്ജറ്റ്. ഇതിന് കൂടുതലാണ് ഒന്നായിരിക്കും. അപ്പോ മിച്ചു സെപ്പറേറ്റ്, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മിച്ചു ആ 3000 rupees വെച്ച് മിച്ചു എനിക്ക് ഷോപ്പ് ചെയ്യും, മിച്ചുവിന് ഷോപ്പ് ചെയ്യും ഞാൻ. അപ്പൊ ഇതൊന്നും നമ്മൾ തമ്മിൽ കണ്ടുകൊണ്ടായിരിക്കില്ല ചെയ്യണത്. നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നിട്ട് നമ്മള് കാണിച്ചു തരാനായിരിക്കും. ഞാൻ മിച്ചുവിന് എന്താ വാങ്ങിയേ അപ്പോഴായിരിക്കും മിച്ചും കാണാൻ പോണത്. സോ എത്രത്തോളം കാണും, അമ്മ മമ്മി കാണും, പക്ഷെ എത്രത്തോളം സർപ്രൈസിങ് ആണ് ഇത് എനിക്ക് മിച്ചുവിനും എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ജസ്റ്റ് ഫൺ ഗൈസ്. അപ്പൊ നമുക്ക് പോവാം. കം ഓൺ. ഭയങ്കര സ്നേഹമായിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതെ, ഭയങ്കര തിക് ഫ്രണ്ട്സാ. അപ്പൊ അങ്ങനെ അത് കാരണം കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. അതെ, ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ലൈക്ക് ഈ സംഭവം ചെയ്യണ്ടേ. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ പാർക്ക് ചെയ്തു, നമുക്കിനി ഉള്ളിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, നമ്മളപ്പോ എത്തി. ഇനി ആദ്യത്തെ ചാൻസ് മിച്ചുവിടെ ആയിരിക്കും. മിച്ചു ചെയ്യണത് ഇപ്പൊ മമ്മി, ഞാൻ, അമ്മ, മിച്ചുവാണ് വന്നേക്കണേ. സോ അമ്മയായിരിക്കും മിച്ചുവിന് ഷൂട്ട് ചെയ്ത് കൊടുക്കണത്. അപ്പൊ ഞാൻ ആ സമയം ഞാനും മമ്മിയും കൂടി വേറെ എവിടെയെങ്കിലും പോണതായിരിക്കും. മിച്ചും അമ്മയും കൂടി ഷൂട്ട് ചെയ്ത് വാങ്ങട്ടെ. ഓക്കെ, അപ്പൊ മിച്ചുയുടെ ചാൻസ് ആണ് ആദ്യം. അപ്പൊ ഗൈസ്, നമുക്ക് ആദ്യം മിനിറ്റ്സ് ഒന്ന് തുടങ്ങാം. കമോൺ ഗൈസ്, ശരിക്കും എനിക്ക് ഒരു ഐഡിയ ഇല്ല സാറയ്ക്കുന്നത് വാങ്ങണമെന്ന്. നമുക്ക് നോക്കാം, ഇഷ്ടപ്പെടുന്നത് വാങ്ങാം. ബാർബി വേണ്ട, സാറത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാർബി ഒന്നും വാങ്ങിയിടാം. നമുക്ക് ഇങ്ങോട്ട് വാ ഗൈസ്. സാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷൻ കിട്ടി. ഇവിടുന്ന് എന്തെങ്കിലും സാർ ഇത് നോക്കിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ. സാറൊക്കൊരു ബാഗ് വേണമെന്ന് സാറ് ഭയങ്കരമായിട്ട് പറഞ്ഞു, പക്ഷെ ആ ബാഗ് ഇപ്പോൾ ഇവിടെ ഇല്ല. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നോക്കാം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാം. സാർ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നോക്കുന്നുണ്ടായിരുന്നു. നോക്കാം. ഗൈസ്, ഇതെന്റെ ഫ്രണ്ടാണ്. ഇതെന്റെ ക്ലാസ്മേറ്റ് ആണ്. ഞങ്ങളെ കാണാൻ വേണ്ടി വന്നത്. ഞങ്ങൾ ഒരുമിച്ച് പഠിക്കണേ. ഇപ്പൊ ഇവള് ഇവിടെ വന്നിട്ടുണ്ട്, അവളെ ഒറ്റയ്ക്ക. അതെ, ഞാൻ മിഷീനെ കാണാൻ വേണ്ടി വന്നത്. ഞാൻ ഇവളെയും കമ്പനി പിടിച്ചിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് സാറുടെ സെലക്ഷൻ ഒന്നും അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും നോക്കാം. സാർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെ, ഇതാണ് ഏരിയ. ഈ ഏരിയ ഞാൻ തപ്പി അടക്കിയിരുന്നു. ഗൈസ്, ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാം. സാർക്ക് ഇഷ്ടപ്പെടും, നമുക്ക് നോക്കാം. ബാർബി സാർക്ക് ഇങ്ങനത്തെ ഒരു സെക്ഷനൊക്കെ ഭയങ്കര ഇഷ്ടം. അതൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇത് ബ്രേസ്ലെറ്റ് അല്ലേ. സാർക്ക് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഇഷ്ടമാണ്. നമുക്ക് നോക്കാം. സാറയ്ക്ക് ആക്ച്വലി ഇങ്ങനത്തെ ക്രാബ് സ്ലൈസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇതൊരു ഓപ്ഷൻ ആയിട്ട് വയ്ക്കാം. ദൈവം നമുക്ക് നോക്കാം. അപ്പം എന്തായാലും ഇത് ഉറപ്പിക്കാം. ഇത് നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ബാക്കി ബഡ്ജറ്റ് എത്രയാണെന്ന് വെച്ചാൽ 2890 ആണ്. ഇത് വാങ്ങിക്കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റ്. എന്തായാലും എടുക്കാം, എന്തായാലും ഇഷ്ടപ്പെടും. ഓക്കെ ഗൈസ്, സാർക്ക് സോഫ്റ്റ് ടോയ്സ് ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ വൈഡ് വെറൈറ്റി ഉണ്ട്, നമുക്ക് നോക്കാം. വാ, ഇതൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. എന്റെ മനസ്സിൽ സാറ് കുഞ്ഞു കൊച്ച. ഗൈസ്, ഈ ഏരിയ ഉണ്ട്, പക്ഷെ ഇത് അവൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. ഈ ഭാഗത്തോട്ട് ഞാനാ കൂടുതൽ പോണേ. എനിക്ക് ഉറപ്പാണ് ഗൈസ്, ഇവിടുന്ന് എന്തെങ്കിലും സാറ് എടുക്കും, ഉറപ്പാണ് ആ കാര്യം. സാറയ്ക്ക് ഇഷ്ടപ്പെടാൻ ഇവിടെ ഒന്നുമില്ല പ്രത്യേകിച്ച്. ഇത് ആക്ച്വലി സാർക്ക് ഇങ്ങനത്തെ കളറ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രാവശ്യം ക്രോസ് വേർഡി കണ്ടപ്പോൾ സാറയ്ക്ക് വാങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നോക്കാം. നല്ലതാണ് ഗൈസ്. സാർ എപ്പോഴും മിററുടെ കാര്യം പറയും. നമുക്ക് മിറർ നോക്കാം.
അതിന് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെടും സാറയ്ക്ക്. നമുക്ക് മിറർ നോക്കാം. അപ്പം ഇവനെ മാറ്റിയിട്ട് നമുക്കിത് ഇതിനെ പൊക്കാം. അത് കൊണ്ടുപോയിക്കോട്ടെ. ഗൈസ് ഈ മിറർ വന്നിട്ട് ഈ സംഭവമാണ്. ഇതാണ് ആ മിറർ. സാറ് ഇപ്പോഴും മിററിനെ പറ്റി പറയാറുണ്ട്. ഇതിന് വന്നിട്ട് 600 ആണ്, ആണ്. നമുക്കപ്പം ആ മിററും ഈ ക്രാബും മാത്രമേ ഇവിടുന്ന് കിട്ടുള്ളൂ. ഞാൻ ഒന്ന് ടോട്ടൽ എന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് ഉള്ളത് 2290 റുപ്പീസ് ആണ്. മിനിസോയില് കുറച്ച് പോയി. നമുക്കപ്പോൾ ബാക്കി നമുക്ക് ഇത് പോയി ബില്ലടിച്ചിട്ട് അടുത്ത് നമുക്ക് എന്തായാലും ഇത് ബില്ലടിച്ചിട്ട് H&Mലോട്ട്. അപ്പം എന്താ നമ്മൾ വന്ന ഫ്ലോറിൽ ഫുള്ള് ഡ്രസ്സാണ്. നമുക്ക് എന്താ ആക്സസറീസാണ് വേണ്ട. അപ്പം നമുക്ക് താഴത്തെ ഫ്ലോറിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഇവിടെ ആക്സസറീസ് ഉണ്ട്. നമുക്കപ്പം ആക്സസറീസ് നോക്കാം. ഇവിടെ നോക്കാം. ഗൈസ് നമുക്ക് ഈ ക്ലിപ്പ് നൈസായിട്ട് പോക്കാം. 250 കുഴപ്പമില്ല. ഓക്കെ 250ക്ക് ഇത്. ഓ ഗൈസ് ഇങ്ങോട്ട് വന്നേ. ഗൈസ് ഇങ്ങനത്തെ വാങ്ങിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ വാങ്ങാം. അതാകുമ്പോൾ നമുക്ക് ക്യൂട്ടായിട്ട് ആൾക്ക് ഇഷ്ടമാണ്. ആക്ച്വലി നല്ലതാ ഗൈസ്. അപ്പുറത്തെ സെക്ഷനിലും കൂടി ഒന്ന് പോയി നോക്കാം. ഇവിടെ ഉണ്ട്. ഗൈസ് ഇതൊക്കെ നോക്കൂ. ഗൈസ് ഇതിപ്പോ ഫുള്ള് ക്ലിപ്പാവും. ഇത് ആക്ച്വലി നല്ലതാ ഗൈസ്. ബൈക്കുവാണിത്. ബാക്കി 1 രൂപയും കൂടി ഉണ്ട്. നമുക്കപ്പം ഇതും കൊണ്ട് ഇറങ്ങാതെ ഇതിനകത്ത് ഇടാം. ഈ സാധനം ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കളിക്കണം. ഗൈസ് നമുക്ക് നൈക്കയിലൊന്ന് കയറി നോക്കാം. ഗൈസ് നമുക്കപ്പം ഇനി മാക്സിൽ പോവാം. കമോൺ. ഓക്കെ ഗൈസ്, ഞാനപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ടേൺ ആണ്. മിച്ചുയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മിച്ചുയുടെ ഫ്രണ്ടിൻ്റെ കൂടെ കുറച്ച് നേരം ഹാങ് ഔട്ട് ചെയ്യാൻ വെറുതെ അവൻ്റെ കൂടെ നടത്തിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് മിച്ചുയുടെ ടൈം കിട്ടിയ കാരണം ഞാൻ ജസ്റ്റ് എന്തൊക്കെയാണ് വാങ്ങാനുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു. സോ നമുക്ക് നോക്കാം. പക്ഷേ സൈസൊന്നും ഐ എം നോട്ട് ഷ്യൂർ അബൌട്ട് ദാറ്റ്. പക്ഷേ നമുക്ക് നോക്കാം. കമോണ്ടേജ് ഞാൻ ആദ്യം പോകുന്നത് ലൈഫ് സ്റ്റൈലിലാണ്. ലൈഫ് സ്റ്റൈലിൽ ഒരു സംഭവം കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ കൂടി ഇറങ്ങാം. USA-യുടെ ഇത് കണ്ട. പക്ഷെ ഓൺലൈനൊക്കെ ഇത്തിരി ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസ്. നമ്മൾ 3000 ആണ് നമ്മുടെ ബഡ്ജറ്റ്. അതിൽ കൂടുതലായിരുന്നെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. പക്ഷെ ഇത് പറ്റില്ല. കാരണം അല്ല, പക്ഷെ USA ഓക്കെയാണ്. ഇത് ഞാൻ ആക്ച്വലി വെച്ചിട്ട് നോക്കി. ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വെച്ചും ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനെടുത്തോളാം. എനിക്ക് അത്ര ഇഷ്ടമാണ് ബാർബിയുടെ ബാച്ചിലുള്ള ഈ ഒരു സംഭവം. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സംഭവം. നമ്മളുടെ ബഡ്ജറ്റിൽ ഇത് നിൽക്കുമെന്ന് നമുക്ക് നോക്കാം.
എടുക്കണം. ലൈക്ക് ഇത് ഒരു 900 റേഞ്ചാണ്, പക്ഷെ സാരില്ല, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ വേറെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടം ഒറിജിനൽ ബാർബിയുടെയാണ്. സോ അതാണ് ഇതിന് നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു സാധനമായി നമുക്കിനി ചാനലിൽ പോയി നോക്കാം. എല്ലാതും മിച്ചുവിന് ഇങ്ങനെ കുഞ്ഞി മലയില് ഇങ്ങനെ കുഞ്ഞി ചെയിൻ വന്നിട്ടുള്ള ഒരു കുഞ്ഞി പെൻഡന്റ് ഒക്കെ ഉള്ളത് അത് ഉണ്ടോ നോക്കാം. മിച്ചു എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് മിച്ചുന് കുഞ്ഞി പെൻഡന്റ് ഉള്ള എന്തെങ്കിലും മാല വാങ്ങണം എന്നുള്ളത്. സോ ഇപ്പൊ നമ്മൾ എച്ചാൻഡമിലാണ്, അപ്പോൾ നമുക്ക് വാങ്ങാം. എനിക്ക് ചിലതൊക്കെ ഇഷ്ടപ്പെട്ടു കണ്ടിട്ട് നമുക്ക് നോക്കാം. ഇതെനിക്ക് ഇഷ്ടമായി ഗൈസ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് എന്താ ഇത് 300. അപ്പൊ ഇത് പറഞ്ഞ ഞാൻ വാങ്ങിക്കോട്ടെ, ലൈക്ക് എനിക്ക് വേണ്ടി പ്ലീസ്. അല്ല, ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ സംഭവം കുറെ യൂസ് ചെയ്യാറുണ്ട്. ഇതിലൊരു മൾട്ടി കളർ ഉണ്ട്. ഞാൻ ഇപ്പോൾ മിനിസോ അല്ല H&M നിന്ന് ഞാനൊരു ഇത് വാങ്ങി ആൻഡ് ഒരു മാല ഞാൻ കാണിച്ചല്ലോ. ഞാൻ ആക്ച്വലി ട്രിപ്പിന് പോകുമ്പോ യൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എനിക്ക് ക്യാപ്പ് വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചു ബാർബിയുടെ. ഞാൻ പിങ്ക് വൈറ്റ് എടുക്കാന്ന് വിചാരിച്ചു. വൈറ്റ് നല്ലതാ. സോ ഇപ്പൊ ആക്ച്വലി മിച്ചിന് ഷർട്ടും ബാർബി, ഇതും ബാർബി. ഇനി ബാർബിയുടെ സംഭവങ്ങളില്ല. മിച്ചുവിന് എൻ്റെ പോലെ ബാർബിയുടെ ബുക്സിൻ്റെ ഇതുള്ളതാണ് ഒരു ക്രേസ്. കുറേ ബുക്സ് ഉണ്ട്, എനിക്കുണ്ട്, എനിക്കാണ് കൂടുതൽ. എന്നാലും മിച്ചുവിന് ഒരു ബുക്ക് വാങ്ങിക്കൊടുക്കും. മിനിയൻസിന് ഭയങ്കര ഇഷ്ടമാണ് മിച്ചുവിന്. അപ്പോൾ മിനിയൻസിൻ്റെ ഒരു ബുക്ക്, അതിന് നല്ല ക്യൂട്ട്, നമുക്കൊരു ഫ്ലവറിൻ്റെ ഇത് പറഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മിച്ചുവിന് സ്റ്റിക്കർ ആർട്ടൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് മിച്ചു. അപ്പോൾ ഞാൻ സ്റ്റിക്കർ വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചു. സോ കുറെ ഓപ്ഷൻസ് ഉള്ള കാരണം ഇത്തിരി കൺഫ്യൂഷൻ ആണ്. നമുക്ക് നോക്കാം. വാ, ഇത് ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതന്നെ എടുക്കണം എന്നില്ല. ഞാനിപ്പോൾ ഒരു ക്യാപ്പ് വാങ്ങി, പിന്നെന്താ വാങ്ങിയ ഒരു ബുഷ് വാങ്ങി, അതിന് കുറച്ച് സംഭവങ്ങൾ വാങ്ങി. ഇനി പേ ചെയ്യട്ടെ. ഷോപ്പീസ് വല്ലതൊക്കെ കൊടുക്കണമെന്ന് ആക്ച്വലി എനിക്കുണ്ട്. മിച്ചു ഇതൊന്നും യൂസ് ചെയ്യില്ല. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ആൻറ്റീക് സാധനങ്ങൾ, ഷോപ്പീസ്, പിന്നെ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ. ഇത് പുള്ളിക്കാരത്തേക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഭയങ്കര കൺഫ്യൂഷനാണ് എന്ത് വാങ്ങുന്നത്. ഇങ്ങനെ ഇതിനേക്കാളും ക്യൂട്ടായിട്ടുള്ളത് അവിടെ ഇരിപ്പുണ്ട്, കാണിച്ചു തരാം. ഇതെല്ലാം ഉണ്ട്, പക്ഷേ ഇത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി. നമുക്കിനി ബാക്കി ഒരു 850 സംതിങ് ഉള്ളൂ. അപ്പോൾ ഞാനൊരു ബ്ലാങ്കറ്റ് വാങ്ങാം, ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് വാങ്ങാന്ന് വിചാരിച്ചു. നല്ല സോഫ്റ്റ് ആണല്ലോ. അപ്പൊ ഇതൊക്കെ പുതച്ച് കിടക്കുമ്പോൾ എന്നെ ഓർക്കൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു സുഖത്തിന് പറയണാണ്. ഇതൊക്കെ സൂപ്പറല്ലേ. ഇത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാങ്കറ്റ് വല്ലതും വാങ്ങാന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് യെല്ലോ ആണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. കുറച്ചും കൂടി ക്യൂട്ടാണ് അല്ലേ. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായി, ലെമൺ യെല്ലോ. ആൻഡ് ഓൾസോ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. ഞാൻ ഇത് എടുക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 500 rupees ഉള്ളൂ. സോ നമുക്കൊരു
350 റുപ്പീസ് കൂടി ബാക്കി കിട്ടും. നമ്മുടെ ബഡ്ജറ്റ് ഇനിയും കിടക്കുന്നു ഗൈസ്, നമ്മൾ പൊളിക്കും. ഓക്കെ, സോ ഇതെന്തായാലും വാങ്ങാം. ഗൈസ് നമ്മളപ്പോ ഇതാ ഇത്ര സംഭവങ്ങളുണ്ട്. ഇനിയും നമുക്കൊരു 370 റുപ്പീസ് ബാക്കിയുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് എന്തെങ്കിലും വാങ്ങണം. കമോൺ ഗൈസ്, ക്രോസ് വേർഡിൽ കുറെ സ്റ്റേഷനറി സംഭവങ്ങളുണ്ട്. ഈ സ്റ്റേഷനറി സംഭവങ്ങളിലാണ് എന്റെ പ്രതീക്ഷ. അപ്പം ഗൈസ് ഇപ്പൊ കറക്റ്റ് നമ്മുടെ 3000 റുപ്പീസ് കഴിഞ്ഞു. 150 ആണ് ഇതിന്. ആൻഡ് നമുക്ക് ഒരു 350 ആണ് ഉണ്ടായിരുന്നത്. ഇതിന് 200ഉം ഇതിന് 150. അപ്പൊ 350 കത്തം കഴിഞ്ഞു. അപ്പൊ നമുക്ക് പേ ചെയ്യാം. യെല്ലോ കളർ ഞങ്ങളുടെ രണ്ടുപേരുടെ വൈറ്റും ഉണ്ട്. എനിക്കറിയില്ല എന്താണ്. എന്നാലും നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിക്കും. നമ്മൾ എന്തൊക്കെയാ വാങ്ങിച്ചിരിക്കുന്നതെന്ന് നമ്മള് വീട്ടിൽ പോയിട്ട് നമ്മള് കാണിച്ചു തരുന്നതായിരിക്കും. സോ കമോൺ ഗൈസ്, ബൈ ബൈ. നമ്മളങ്ങനെ വീട്ടിലെത്തി. അങ്ങനെ ഒരാഴ്ചയായിട്ട് നമ്മൾ കാത്തിരുന്ന നിമിഷം, ഒരാഴ്ചയായിട്ട് നമ്മള് പ്ലാൻ ചെയ്തൊരു സംഭവമായിരുന്നു. എക്സാംസ് ആയിരുന്ന കാരണം നീണ്ടു പോയി. അപ്പൊ ഇപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞ് ആക്ച്വലി ഭയങ്കര ടയേർഡാണ്. ഏറ്റവും ടയേർഡ് അമ്മയായിരിക്കും. ബിക്കോസ് എന്റെയും മിച്ചുടെയും കൂടെ ഓടായിരുന്നു. കറക്റ്റ് 10:30 നമ്മള് 3-4 മണിക്ക് എന്താണ് ഇറങ്ങിയത്. ഇപ്പൊ 10:30 ആയി നമ്മൾ തിരിച്ചെത്തിയപ്പോ. സോ മിച്ചുടെ സംഭവങ്ങൾ അവിടെ ഇരിപ്പുണ്ട്, എന്റെ സംഭവങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോ നമ്മളിനി ഹാൻഡ് ഓവർ ചെയ്യാൻ പോകണം. ഞാൻ ഫോറമോളുമായിട്ട് കാല് പിടിക്കാത്ത ആൾക്കാരില്ലേ ഇനി. ആദ്യമൊക്കെ മറ്റേ പൈസ കൂടുതലായിട്ടായിരുന്നു, പിന്നെ പൈസ കുറെ മറ്റേ ഞാൻ അങ്ങോട്ട് കൊടുത്തു നമ്മുടെ കിറ്റൊക്കെ കാണുന്ന എവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയും സംഭവങ്ങൾ ഞാൻ മിച്ചുന ഇതാണ്. ഇത്രയും സംഭവങ്ങൾ ഞാൻ സോറി ഇത് എന്റെയാണ്. സോറി, അത് ഞാൻ വേറെ സ്വന്തമായിട്ട് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിയത്. അപ്പൊ ഞാൻ വളരെയധികം ക്യൂരിയോസിറ്റി. എച്ചാൻഡമെന്റ് ഒരു കുഞ്ഞ്, അതെന്താ കുഞ്ഞായി പോയത്? ആദ്യം ചെയ്യാം. മിച്ചുവിന് ഞാൻ വാങ്ങിക്കൊടുത്ത സംഭവമാണ്. നമുക്ക് വെയിറ്റ് ഉണ്ട്, എനിക്ക് ഇത്രയും വെയിറ്റ് ഇല്ല. ഇത് ക്രോസ് വേർഡ് ആണ്, കാരണം ഞാനും ഇവിടെ പോയായിരുന്നു. ഇത് ഇഷ്ടപ്പെടോ ഇല്ലേന്ന് എനിക്ക് അറിയില്ല. ഞാൻ ക്രോസ് വേർഡ് വാങ്ങിയതാണ് ഗൈസ്. ഇത് ഞാൻ സാറയ്ക്ക് നോക്കി വെച്ച സാധനമാണ് ഗൈസ്. പക്ഷെ വാങ്ങിയില്ല. ഞാൻ പറയണല്ലോ ഗൈസ്. ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ് ലിവ് ഇൻ ദ മൊമെന്റ്. ഓ താങ്ക് യു സാറ, വെൽക്കം. ഇത് ആക്ച്വലി എനിക്ക് ലാസ്റ്റത്തെ ഒരു 150 റുപ്പീസ് എന്തോ സ്പെൻഡ് ചെയ്യാനുണ്ടായി. അവിടെ നോക്കിയിട്ടൊന്നും 150 റുപ്പീസിന്റെ സംഭവങ്ങളില്ല. ഞാൻ ഇത് പറഞ്ഞ താങ്ക് യു. അപ്പൊ നമ്മുടെ ക്രോസ് വേർഡ് ഇഷ്ടപ്പെട്ടു. എന്താ ഭയങ്കര എക്സ്പ്രഷൻ. ഗൈസ് ഇത് ഞാൻ ആക്ച്വലി കണ്ടായിരുന്നു. സാറ വീഡിയോ ഓണാണോ നോക്കാൻ പോയപ്പോ ഞാൻ നോക്കി. ഇത് ആക്ച്വലി ഞാൻ വീഡിയോനകത്ത് പറയുന്നുണ്ട് സാറക്ക് എടുക്കണോ വേണ്ടി. ഞാൻ ഈ അമ്മായി അടുത്ത് ചോദിക്കുന്നുണ്ട് വേണോ ചോദിക്കുന്നുണ്ട് ഇതിനകത്ത്. ഗൈസ് എനിക്ക് ട്രിപ്പ് തന്നെയാണ് ഗൈസ്. മിച്ചുന് ആക്ച്വലി മിച്ചത് പറഞ്ഞപ്പോ എനിക്ക് ട്രിപ്പിന് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം വാങ്ങണം ലൈക്ക് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇതാണ് സാറയുടെ ഇത് വെച്ചിരുന്ന് ഇനി ചെയ്താൽ മതി. കാണാം. ഇഷ്ടപ്പെട്ട ക്യാപ്പ് ഗൈസ് നല്ലതാ ഗൈസ്. എനിക്ക് എല്ലാ ദിവസവും രാവിലെ ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കും. ഈ സംഭവം എനിക്കറിയാം, അതാണ് ഞാനിത് വാങ്ങിയത്. ബ്ലാക്ക് ബുഷ് ആണ്. താങ്ക് യു ഗൈസ്. അല്ല താങ്ക് യു ഗൈസ്. എന്തോ ഒരു 10 ആണോ 20 ആണോ സംതിങ് എന്തോ 50 എന്തോ ബുഷ് ഉണ്ടാവും. വെയിറ്റ് കുറഞ്ഞു വന്നേന്നൊക്കെ. ഓ എനിക്കറിയായിരുന്നു, കാരണം മമ്മി എന്റെ അടുത്ത് പറഞ്ഞതാണ് ബാർബി ഇഷ്ടമാണോ. ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈക് സംഭവമാണ്. സൂപ്പറാണ് ഇത്. ഓ താങ്ക് ഗോഡ്. ഞാൻ ബാക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. ഞാൻ ലൈക് എന്റെ സൈസ് ഉണ്ടെങ്കിൽ എനിക്കും കൂടി എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇതായി ഫുള്ളായി. ഒരു സൈസ് ഉണ്ടായിരുന്നുള്ളൂ. സൂപ്പർ. ഇത് വെച്ചങ്ങ് ഇട്ടങ്ങ് പൊക്കോ. പ്രമോഷനാണ്. ശരിയാ. ഇത് ആക്ച്വലി സൂപ്പറാണ് പിന്നെ ഇനി അടുത്ത് എന്താ ഒരു മിനിറ്റ് ഓർക്കണം. അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ കിറ്റ്. ഒരു ചെറിയ എന്റെയും ചെറുതാണ്. നമുക്ക് അവിടെ പോയിട്ട് ഇതൊക്കെ കിട്ടുള്ളൂ. ഒന്നും കിട്ടാത്ത ഞാൻ ചെയ്തോ. ഇത് ഞാൻ സാറയ്ക്ക്
ഓക്കെ ഓക്കെ ഓക്കെ. ഇഷ്ടമായ ആക്ച്വലി മിച്ചു എപ്പോഴും ഞാൻ ഇങ്ങനത്തെ മാല ഇടുമ്പോ മിച്ചു പറയാറുണ്ട് എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മാലയാണത്. അപ്പൊ മിച്ചു എപ്പോഴും പറയും ലൈക് ഞാൻ ഇടണ പോലത്തെ മാല വേണം. പക്ഷെ ഞാൻ എവിടെയൊക്കെ പോയാലും നോക്കുമ്പോ അത് കിട്ടാറില്ല അങ്ങനത്തെ. അപ്പോ H&M പോയപ്പോ അറ്റ് ലാസ്റ്റ് കിട്ടി. എനിക്ക് എന്തെങ്കിലും ഇവൾക്ക് ഒരു ദിവസം ഇങ്ങനത്തെ ഒരു മാല വാങ്ങിക്കൊടുക്കണമെന്നുണ്ടായിരുന്നു. ചാച്ചനും പറയാറുണ്ട് ഇങ്ങനെ മാല വാങ്ങണം മിച്ചുവിന് എപ്പോഴും. സൂപ്പറാണ്, താങ്ക് യു. എനിക്ക് എന്നേക്കാൾ എക്സൈറ്റ്മെന്റ് സാറ് അത് കാണാനാണ്. ഇനി ഒരു സംഭവം ഇത് ഞാൻ കണ്ടാണ് സാറ് മറ്റേ എല്ലാം കണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കണേ. ഇത് ഫൗളാട്ടോ, അത് ശരിയല്ല. ഞാൻ പറയട്ടെ, സാറ് ഹോം സെന്ററിൽ പോകുന്നത് ആക്ച്വലി ഞാൻ കണ്ടു. അതായത് ഞാൻ ഇതിന്റെ പുറത്ത് ബ്ലാങ്കറ്റ് വേസ്റ്റ് ഇത് നിവർത്തണം. അതെടുത്തോ, അത് മാറ്റിക്കോ. അതിന്റെ പ്രിന്റ് കാണിച്ചു കൊടുക്കണം. ക്യൂട്ടാണ്. ഇത് ഞാൻ പൊളിക്കും. ഇന്ന് എനിക്കൊന്ന് ഉറങ്ങിയാ മതി എന്നൊക്കെ. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് അല്ലേ? സമാധാനായില്ലേ? ഉറങ്ങുമ്പോഴൊക്കെ എന്നെ ആലോചിക്കണം. ഒരു എന്താ ഒരു വെൽവെറ്റ് ആണോ ഇത്? ലൈക് ഭയങ്കര സോഫ്റ്റ് ആണ്. ഒരു ഒരു ലെമൺ യെല്ലോ ക്യാറ്റ്സിന്റെ. ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് എന്റെ സാധനങ്ങൾ. ഓക്കെ ഗൈസ്, ഓക്കെ ഇനി ഞാൻ എനിക്കാണ് സാറിനേക്കാൾ എക്സൈറ്റഡ് ഞാനാ. ഞാൻ ഒരു കാര്യം പറയാം, കിച്ചന്റെ സൈസ് വെച്ച് നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. ഇല്ല, എനിക്ക് ലൈക് മിച്ചു എന്താണ് അമ്മ ഇങ്ങനെയൊക്കെ ടേസ്റ്റ് അങ്ങനെയാണ്, മിച്ചുവിന് നിന്നെ കുറിച്ച് എല്ലാം അറിയാന്നുള്ളൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു ക്യൂരിയോസിറ്റി. അപ്പൊ ആദ്യം നമുക്ക് മിച്ചു തുടങ്ങിയ പോലെ ക്രോസ് വേർഡിന്ന് തുടങ്ങാം. വെയിറ്റ് ഇല്ല ഗൈസ്. ഇത് ഞാൻ ആക്ച്വലി നിനക്ക് വേണ്ടി നോക്കിയായിരുന്നു ഗൈസ്. ഇറേസർ ഇത് മറ്റേ പെൻസിൽ അല്ല, പെൻ ഇറേസർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് എടുക്ക്. അടുത്തത് എനിക്കിങ്ങനെ എന്ത് ചെറിയ സാധനങ്ങൾ കിട്ടിയാലും നെക്സ്റ്റ് എടുക്ക്. അമ്മ എക്സ്ക്യൂസ് മീ, ഞാൻ ആക്ച്വലി മിച്ചുവിന് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അടുത്ത് ഇങ്ങനെ മാഗ്നറ്റ്സ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ മാഗ്നറ്റ്സ് ഉണ്ട്, മിച്ചുവിന് മാഗ്നറ്റ്സ് എടുത്താല. ലൈക് എനിക്ക് മാഗ്നറ്റ്സിന്റെ വലിയൊരു കളക്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഡയലോഗ് ഇനി ഫുള്ള് പറയേണ്ടി വരും, കാരണം എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ട്രാവൽ ചെയ്യുമ്പോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കുന്ന സൊവിനിയർ ആയിട്ട് വാങ്ങണതാ. അപ്പം ഞാനിപ്പോ ദൈവമേ മിച്ചുടെ കണ്ണിൽ ഇതൊന്ന് കണ്ടാ മതിയായിരുന്നു. ലൈക് ഞാൻ അങ്ങനെ പറയും. ഞാൻ H&Mന്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ്. അതിനകത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്. ബ്രോ ഗൈസ്, ഇത് വന്നിട്ട് മാക്സിന്ന് വാങ്ങിയതാ. അപ്പൊ ഈ ഷർട്ട് വാങ്ങുന്ന സമയത്ത് ഇതിന് എത്രയാ എനിക്കറിയില്ല. അപ്പൊ ഈ കിറ്റ്സിന് 4 rupees 7 rupees എന്നുണ്ട്. അപ്പൊ ഞാൻ 4 rupees 7 rupees എന്നുണ്ട്. അപ്പം ആ സമയത്ത് ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ചേഞ്ച് ഇല്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ചാലഞ്ച് ആണ്. അപ്പൊ ആ ചേട്ടൻ ചോദിച്ചു എന്താ യൂട്യൂബ് ചാനലാണോ എന്നൊക്കെ പറഞ്ഞു. അതെ യൂട്യൂബ് ചാനൽ. ആ ചേട്ടൻ അവിടെ ഫോൺ തന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. ആ ചേട്ടൻ കണ്ടെങ്കിൽ താങ്ക് യു. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് 12 rupees ബാക്കിയുണ്ട്. അപ്പോൾ ഓർക്കാം ആ ചേട്ടന് കൊണ്ടിട്ട് ഇത് കൊടുക്കാം. അപ്പം 7 rupees അവിടെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ടും ബാക്കി 5 ഉണ്ട്. എന്നിട്ട് ഞാനൊരുമാതിരി ആ ചേട്ടൻ എടുത്തിട്ട് എന്താ ചേട്ടാ പ്ലീസ് ഒന്ന് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടനെ കൊണ്ട് ഇടിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ ഗൈസ്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഇനി H&M ഇതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ്. H&Mന്റെ എല്ലാ എനിക്ക് ടെൻഷനാണ് എല്ലാത്തിനെ കുറിച്ച്. പക്ഷെ H&M താങ്ക് യു. ഇല്ല ഗൈസ്, മിനിസോലായിരിക്കും സാറിക്ക് കുറച്ചും കൂടി പ്രതീക്ഷ. H&M ഞാൻ ഇങ്ങനത്തെ കുറെ ക്ലിപ്സ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ ട്രിപ്പ് പോകണ്ട് സ്കൂളിൽ നിന്ന്. അപ്പം അതിനു വേണ്ടി എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ആക്സസറീസ് വാങ്ങണോന്നുണ്ടായി. ഇതാണ് സംഭവം, ക്ലിപ്പാണ്. ലൈക്ക് ഒരു മെറ്റാലിക് ഇത് വന്നിട്ടുള്ളത്. താങ്ക് യു. നമുക്ക് മിനിസ് എടുക്കും. ഓ ഗൈസ്, മിനിസോന് വെയിറ്റ് ഉണ്ട്. മിനിസോന് ഭയങ്കര ഹെവി ആണല്ലോ.
ബ്രോ കമോൺ, ഞാൻ എന്റെ ദൈവമേ, ഞാൻ ഇങ്ങനത്തെ സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ സംഭവം ഞാൻ യൂസ് ചെയ്യും. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി H&M ഇങ്ങനത്തെ ഒരെണ്ണം കണ്ടു, പക്ഷെ അതിനെന്തോ ലൈക് 600 അത് ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ അത് ആക്ച്വലി എന്താ വീഡിയോനകത്ത് ഞാൻ പറയുന്നുണ്ട് ഇത് എടുത്താലോന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയണ്ടോ 600 നമുക്ക് തിരിച്ചു വെക്കാൻ പറഞ്ഞാൽ ഞാൻ വെക്കുന്നുണ്ട് ആ വീഡിയോനകത്ത്. ഞാൻ അപ്പൊ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഇത് വാങ്ങിത്തരും. ഓൾറെഡി ഞാൻ H&M ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു വേണ്ട, ഡ്രസ്സ് ഏതായാലും വാങ്ങിയിട്ടില്ലേ, അത് മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ, ലൈക്ക് വേണ്ട, ഡ്രസ്സ് വാങ്ങിയല്ല. അപ്പൊ താങ്ക് യു സോ മച്ച് വിച്ചു. ഓക്കെ, ഇനി H&M ഇതുണ്ട്. ഇനി എന്താ, മിറർ. ഓ, എന്നിട്ട് ഞാൻ ഹോം സെന്ററിൽ കയറിയപ്പോ അമ്മ എന്തോ അല്ല മിനിസോല വീഡിയോ കയറിയപ്പോ അമ്മ പറഞ്ഞല്ല, ഓ മിറർ വാങ്ങായിരുന്നു. ഓ താങ്ക് യു. ഇതൊന്ന് അൺബോക്സ് ചെയ്യട്ടെ. വേറൊരു പൗച്ച് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഭയങ്കര അത് ബാർബി ബാർബി. അതെനിക്ക് ലൈക്ക് ഭയങ്കര സിബ് ഇത്തിരി ഓവർ സൈസ്ഡ് ആയിരുന്നു, എനിക്ക് ഇഷ്ടമായില്ല. ഓ ദൈവമേ, സ്ക്രോൾ ചെയ്യണം. മേക്കപ്പ് ടേബിൾ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. എനിക്ക് മേക്കപ്പ് ടേബിൾ ഇല്ല. ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്നേക്കാളും കൂടുതൽ യൂസ് ചെയ്യാൻ പോണത് അമ്മയായിരിക്കും. ഓ ഇവിടെ ലൈക്ക് എൻലാർജ്ഡ് ആയിട്ട് തോന്നിക്കുന്നത്. ഇവിടെ താങ്ക് യു സോ മച്ച്. ഇനി നൈക്കയാണ് ഗായ്സ്. ഇത് ആക്ച്വലി ഞാൻ കവറിന് വേണ്ടിയാണ് നെയിൽ പോളിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നൈസ് ഷെയ്ഡ് എനിക്ക് ഇഷ്ടമായി. താങ്ക് യു. ഞാൻ മര്യാദയ്ക്ക് ഇട്ടിട്ടില്ല, ലൈക്ക് എന്റെ നെയിൽ ചെറുതാണ്. എന്നാലും നമുക്ക് ഇതാണ് സൂപ്പർ. നെക്സ്റ്റ് ഞാൻ പറയട്ടെ, എനിക്ക് തോന്നുന്നു ഏറ്റവും എക്സ്പെൻസീവ് സാധനം ഞാൻ വാങ്ങിച്ചതിൽ ഏറ്റവും എക്സ്പെൻസീവ് സാധനമാണിത്. ലിപ്സ്റ്റിക് ആണോ? ലിപ്സ്റ്റിക് ആണ്. ഇത് ഏതാ? കെ ബ്യൂട്ടിയുടെ ആണ്. എക്സ്പെൻസീവ്. ഞാൻ മറ്റേ തീർക്കാൻ വേണ്ടിട്ട് പോയി വാങ്ങിയതാണ്. തീർക്കാൻ ലൈക്ക് അവസാനം ആയപ്പോഴും ഓ എന്റെ ഷെയ്ഡാണ് കേട്ടാ. ന്യൂഡ് ഷെയ്ഡാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. വാവ്, ബ്രൗൺ. ഇങ്ങനെ കേട്ടെ. ഏറ്റവും എക്സ്പെൻസീവ്. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഷെയ്ഡ്. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. താങ്ക് യു. അപ്പൊ താങ്ക് യു മിച്ചു, സൂപ്പർ ആയിട്ടുണ്ടെല്ലാം. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. സോ ബൈ ഗൈസ്. ഇനി ഞങ്ങൾ വരുന്നതാണ്, വീണ്ടും വരും, എന്തെങ്കിലുമൊക്കെ വരും. ഉടനെ വരും ഗൈസ്. നമ്മൾ ആക്ച്വലി വലിയൊരു നമ്മൾ ലാസ്റ്റ് ഇട്ട ഒരു ഷോർട്സ് ആണ് ഓണത്തിന്റെ ഒരു അല്ലാണ്ട് ഇട്ടത്. അല്ലാതെ ഇട്ടത് നമ്മള് മറന്നു. അൽസാജ് അല്ല, ഇന്നലെ ഗൈസ് ഞാനൊരു എന്റെ ഇൻസ്റ്റാക്സ് മിനി 12ന്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് കാണണം, ലൈക്ക് ചെയ്യണം. അല്ല, ഇത് ഇടുമ്പോ അത് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഇടുമ്പോ അതും ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. സോ എല്ലാരും പോയിട്ട് കാണുന്നത്. സോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അഗെയിൻ പിന്നെയും പറയാണ്, എന്നാലും ചെയ്യണം. സോ ബൈ ഗൈസ്. പുതിയ വീഡിയോ വരുമ്പോഴേക്കും ബൈ ബൈ.